ഭാവികളില്ലാത്തൊരീ ഭൂതങ്ങളായി വാഴുന്നിതാ. ചിന്നേട്ടാ ലെറ്റർ എഴുതിയേക്കുന്നേ ജനേച്ചി പിടിച്ചു കൊടുത്ത 1 കോടി രൂപ തരാന്ന്. 1 കോടി രൂപ? കാശ് പണം കെട്ട് മണി മണി, കാശ് പണം കെട്ട് മണി മണി. ചിന്നേട്ടാ ഈ കത്തി പറഞ്ഞേക്കുന്നത് ചിന്നേട്ട കിടന്ന് ഡാൻസ് കളിച്ചാൽ 1 കോടി രൂപ കിട്ടുമെന്നല്ല, ജനേച്ചി പിടിച്ചു കൊടുത്താലേ 1 കോടി രൂപ കിട്ടൂ. സന്തോഷം കൊണ്ട് ഡാൻസ് കളിച്ചതാടാ. ആ ശനി അവിടെ എന്നെ കിട്ടൂല, ഞാൻ ഓടി. എന്റെ പൈസ അല്ലേ ഓടണത്. നിൽക്കവിടെ. ഇങ്ങനോടെ ഇപ്പൊ കിട്ടും. അതിട് ജൂണേട്ടന്റെ കത്തി എന്താ എഴുതിയേക്കുന്നേ? ഞാനും മിക്കവാറും ചിന്നേട്ടന്റെ കൂടി ഓടേണ്ടി വരും. അയാൾ പറഞ്ഞേക്കുന്നത് എനിക്ക് ഷേക്സ്പിയറിന്റെ ഒരു ഒറിജിനൽ ബുക്ക് തരാമെന്നാണ്. ആ ഷേക്സ്പിയർ നമ്മുടെ പെരുന്നാള് ചെണ്ടോട്ടാവുന്ന ആളല്ലേ? അയാൾ ഇത്രയ്ക്ക് ഫേമസ് ആയിരുന്നോ? ജിന്നേട്ടനെ കുറ്റം വന്നിട്ട് കാര്യമില്ല, അയാളുടെ പേര് ഷേക്സ്പിയർ ആയിരുന്നു. അത് ജിമ്മിനേട്ടൻ എങ്ങനെ അറിയാം? അതെ, അങ്ങയുടെ മോളെ ഞാൻ നോക്കുന്നുണ്ട്. അത് ഷേക്സ്പിയർ എന്താ തിന്നാൻ പറ്റുന്ന സാധനമല്ലോ? ആടി ഒരു പ്രത്യേകതര ഷെയ്ക്കാന്നാ ഞാൻ കേട്ടെ. ശരിക്കും? ഓ, അതും വിശ്വസിച്ചോ? അങ്ങേരെ അങ്ങനെ വാങ്ങിക്കൊന്നും പറ്റത്തില്ല. എടി ശനി അവിടെ നിക്കണേ. ജൂണേട്ടനോട് ഷേക്സ്പിയറിന്റെ ബുക്ക് തരാന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നോട് ഡയറിന്റെ മേക്കപ്പ് പ്രോഡക്ട്സ് തരാന്ന് പറഞ്ഞിരിക്കുന്നത്. ജനിയെ പിടിച്ചു കൊടുത്താൽ മാത്രം മതി. ഡയറി കാണുമല്ലോ, ഡയറി മിൽക്ക് നോക്കാറുണ്ട്. ഓ മൈ ഗോഡ്, എനിക്കൊരു മീൻ കട വാങ്ങിച്ചു തരാന്ന് പറഞ്ഞേക്കോ ജനിയെ പിടിച്ചു കൊടുത്ത. എനിക്ക് 10 കപ്പ് നൂഡിൽസ് മേടിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മെ നമ്മുടെ ഗുണ്ടാസംഘത്തിലേക്ക് പിടിച്ചു കൊണ്ടുവിടാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ ഇതല്ലേ നമ്മുടെ ഗുണ്ടാസംഘം. ഇപ്പൊ നമ്മളെ ഗുണ്ടകള് ആക്കി. ഇവന്റെ പ്രാന്ത് കൊണ്ട് ഞാൻ തോറ്റ്. അപ്പൊ ഞാൻ ജയിച്ചു. ഇതിനെന്തുവാണ്? എന്റെ കത്തി പറഞ്ഞിരിക്കുന്നത് ജനേച്ചി പിടിച്ചു കൊടുത്താൽ 10 പെമ്പിള്ളാരെ നമ്പർ തരാന്ന്. എന്റെ കത്തി ഒന്നും എഴുതിയിട്ടില്ല. അത് നിനക്ക് സ്വന്തമായിട്ട് കത്തേതാ നന്നായിരിക്കും. അങ്ങനെങ്കിലും 5-6 മലയാള അക്ഷരം പഠിക്കട്ടെ. എന്നാൽ പിന്നെ അത് ചിന്നേട്ടനല്ലേ കൊടുക്കേണ്ടത്. ചിന്നേട്ടനെ റോസ്റ്റ് ചെയ്യുന്ന നീയും കുറച്ച് മലയാളം പഠിക്കണമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നീ പറയുന്നതൊന്നും ഇപ്പൊ എനിക്കൊന്നും മനസ്സിലാവാറില്ല. താൻ പോടോ കള്ള വെള്ളപ്പൂച്ചി. ഈ കത്തി പറഞ്ഞിരിക്കുന്നത് ജനേച്ചി പിടിച്ചു കൊടുത്താൽ എനിക്ക് എന്റെ ഷുഗർ ഡാഡിയെ കിട്ടുമെന്ന്. അപ്പനെ കാണാനാണെങ്കിൽ അങ്ങ് വീഡിയോ കോൾ വിളിച്ചാ പോരെ? വേണമെങ്കിൽ ഞാൻ വിളിച്ചുതരാം. അങ്ങനെയൊക്കെ എന്തിനാ സംസാരിക്കുന്നേ? കൊച്ചു കുട്ടികളായിട്ട് ഞാൻ നിങ്ങളോട് ഈസി ആയിട്ടുള്ള ഭാഷയിൽ പറയാം. ഒരു ബോയ് ഫ്രണ്ട്. എന്റെ കത്തി മാത്രം ഒന്നുമില്ലാത്ത. തിരിച്ചു വെച്ചിട്ട് വായിക്കടാ. ഓ മൈ ഗോഡ്, എന്റെ കത്തി ഏതേക്കുന്നത് ജനിയേച്ചെ പിടിച്ചു കൊടുത്ത ജിന്നേട്ടനെ കൊന്നേരാന്ന്. എന്നെ കൊല്ലാനോ? എന്നെ കൊന്നിട്ട് എനിക്ക് 1 കോടി കിട്ടിയിട്ട് എന്തിനാ? എന്നിട്ട് ആ പീടി അടിച്ചോണ്ട് പോവാനോ? ഞാൻ എത്ര ഓടിയത് വേസ്റ്റ് ആയില്ലേ? ഇനി എന്തായാലും ജിന്നേട്ടൻ ഓടേണ്ട വരത്തില്ല. അവൻ ഓടിത്തുടങ്ങി. ജനിയേച്ചി നിക്കാടെ. എടി ശനിയേ, അവിടെ നിൽക്കു ജനി. എന്നെ കൊല്ലാൻ സമ്മതിക്കത്തില്ലടാ. ജനി ഇറങ്ങി, നമുക്കെല്ലാം സമാധാനത്തിൽ തീർക്കാം. ഞാൻ ചെരുപ്പെടുത്തെറിയും. അതെടുത്ത് കുത്ത് കുത്ത് കുത്ത്. അയ്യോ, എന്റെ 1 കോടി കൊളത്തി പോയേ. അതിന്റെ അകത്ത് മീനുണ്ട്. എനിക്ക് പേടിയാ. മീനുണ്ടോ? എന്നാ പിന്നെ ഞാൻ പോയ രക്ഷിക്കാം. യൂങ്കിച്ചൻ രക്ഷിച്ചോളും. എന്തുവാടെ ഇത്? ഞാൻ ജനുവീണ വിഷമുള്ള കൊളത്തീന്ന് ഈ പാവം മീനുകളെ രക്ഷിച്ചതാണ്. അല്ലാതെ അവളെ രക്ഷിച്ചിട്ട് ഇപ്പൊ എനിക്ക് എന്നായിട്ടാനാ? ഇനി ഉച്ചയ്ക്ക് ഇത് പൊഴിച്ചു തിന്നണോ അതോ കറി വെച്ച് തിന്നണോ? എന്നാ പിന്നെ പൊരിക്കാം. ഇപ്പൊ ഇരുന്ന് ഉണക്കാം. ഒരു കവർ ഗ്ലൂക്കോസിന് 20,000 രൂപയോ? ഉണ്ടമ്പരി, സവാള വട, ചിക്കൻ ബിരിയാണി, പൊറോട്ട, ബീഫ്, കരിമീൻ പൊളിച്ചത്, പുട്ട്. ഇതൊക്കെ എന്നോട്ടാണ് ഗ്ലൂക്കോസ് വന്ന് തുടങ്ങിയത്? ഇങ്ങനെയാണ് തട്ടാൻ ഞാൻ തുടങ്ങും. അത് പിന്നെ പൈസ പോകുന്ന തന്നെ ആരും വായിക്കാൻ പഠിക്കും. ജിന്നേട്ടാ, ഇപ്പം ഇവര് ബില്ലിന് വരെ അറിയാതെ മെനു തന്നെയാണെങ്കിലോ? അങ്ങനെ ആരുന്നാ മതിയായിരുന്നു. ഒന്ന് പോയി ചോദിച്ചിട്ട് വരട്ടെ. അല്ല, നേഴ്സിനൊക്കെ സുന്ദരിയായിട്ടുണ്ടല്ലോ. നേഴ്സിന്റെ പേരെന്താ? പേരില്ല. ചേച്ചിക്ക് നല്ല ഹ്യൂമർ സെൻസ് ആണല്ലോ. അയ്യോ, എന്റെ ഫോൺ എന്തോ ഒരു പ്രശ്നം. ചേച്ചിയുടെ നമ്പർ ഇല്ലാത്തോണ്ടാ.
നമ്പർ കിട്ടിയായിരുന്നെങ്കി. ആ ചാച്ചി, നിങ്ങളെ ഞങ്ങക്ക് ബില്ലിനാണ് വല്ല മെനു ആണോ എന്ന്? ഇത് മെനു ഒന്നുമല്ല, നിങ്ങളുടെ കൂടെ വന്ന രണ്ടുപേര് ക്യാൻറ്റീനിൽ നിന്ന് കുത്തികയറ്റിക്കൊണ്ടിരുന്നതിന്റെ ബില്ല. അത് രണ്ടുപേരും കാണത്തില്ല, ഒരാളെ കാണത്തുള്ളൂ. രണ്ടുപേരുണ്ടായിരുന്നു. ദോ അവിടെ പുറത്തിരുന്ന് മീൻ ഉണക്കുന്നു. യോങ്കി നീയും? ആന്ന് പിന്നെ ജിന്നേട്ടാ, ഞാനും റോസൂടെ ഈ ഹോസ്പിറ്റലിന് മുമ്പിൽ നിന്ന് മീൻ ഉണക്കുമായിരുന്നു. അപ്പൊ ഒരു പൂച്ചാണ്ട് വന്ന് മീൻ എടുത്തോണ്ട് അതിന്റെ എണ്ണാക്കിയത് ഞാൻ എടുത്തോണ്ട് വരാൻ വേണ്ടിട്ട് പോയപ്പോഴത്തേക്ക് ഈ റോസ് അത് ഫുള്ളെടുത്ത് തിന്നു. അതിന്റെ വിഷമത്തിൽ ഞാൻ പോയിട്ട് ഒരു മീൻ വറുത്തത് തിന്നത് ജിന്നേട്ടാ. ഞാനും അത് തിന്നിട്ടുള്ളൂ, ബാക്കി നീ ആയിരിക്കുമല്ലേ? അതെ ജിന്നേട്ടാ, ഇത്തവണ ഞാനൊരു ദാശത്വം കാണിച്ചിട്ടില്ല. അല്ലേലും അവസാനം നിന്റെ കയ്യിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇപ്പൊ ഈ ബില്ല് അടച്ചിട്ട് ഇവിടെ നിൽക്കുക, അടുത്ത സ്കാനിങ്ങിന്റെ ഒക്കെ ബില്ല് വരുന്നുണ്ട്. ഓഹോ, ജിന്നേട്ട എന്റെ അത് പെട്രോൾ എന്തിനാ ഷോയ്ക്കോ? എടാ അത് ഷോയ്ക്കല്ല, ഒരു മഹാൻ പറഞ്ഞിട്ടുണ്ട് ഭൂമിയിലെ പെട്രോൾ നമ്മൾ തീർക്കരുതെന്ന്. ഒരു വർഷം ഒരു ടാങ്ക് പെട്രോളെ അടിക്കാവൂ. എന്നാലും എന്റെ യൂങ്കി, നീ എന്നെ ഇങ്ങനെ സതിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ആ 50 രൂപയുടെ കേസ് ജിന്നേട്ട ഇതുവരെ വിട്ടില്ലേ? യൂങ്കിച്ചൻ എപ്പോഴേ ഉറങ്ങി. ഞാൻ നിന്നോടല്ലോ യൂങ്കിയോടല്ലേ പറഞ്ഞേ, നീ എന്നോടൊന്നും മിണ്ടണ്ട. എന്തൊക്കെയായിരുന്നു ജനി ചേച്ചി, ശത്രുവും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടോ. അവസാനം എന്റെ പൈസ അല്ലേ എല്ലാ ടെസ്റ്റ് നടത്തി പോയത്, എന്നിട്ട് ഇവിടെ ശത്തോ അതും ഇല്ല. 10,000 ഉലുവയല്ലേ പോയുള്ളൂ. എന്നാ പിന്നെ 10,000 ഉലുവ മോനെ ജൂണിന്റെ കൂടെ കിളച്ചുണ്ടാക്കിത്ത. ഇവിടെ ആകെ ജിമിനെ കൊണ്ടേ ഉപയോഗമുള്ളൂ. ഇവനെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടി ആ നേഴ്സിന്റെ ഭർത്താവ് 1000 രൂപ കുറച്ചതാന്ന് പറഞ്ഞു. ഞാനത് പറഞ്ഞ 10,000 ആക്കി. എനിക്ക് 10,000 രൂപ. അത് വെച്ച് എന്റെ 8 ഗേൾ ഫ്രണ്ട്സിന് കുറച്ച് ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചു. നമുക്കത് രാത്രി പോയി കക്കാം. ഞാൻ ഛർദിക്കുന്ന കക്കലല്ല പറഞ്ഞ, മോഷ്ടിക്കുന്ന കക്കല. ഞാൻ അതല്ല പറഞ്ഞേ, ജിമിന്റെ ഗിഫ്റ്റ് രാത്രി മോഷ്ടിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. അതിനെ വെച്ച് വെള്ളം വാങ്ങി വെച്ചേക്കോനെ. ഞാൻ വീട്ടിൽ ചെല്ലുമ്പോ എന്റെ ഗേൾ ഫ്രണ്ട്സിന് ഗിഫ്റ്റ് എല്ലാം അയച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ എങ്ങനെ എടുക്കാനാ? ജെനിയുടെ ഇരിപ്പ് നോക്കി നീ ആശുപത്രി കയറാത്ത സ്ഥലം ഇനി ബാക്കിയുണ്ടോ? ഇവരെ കേട്ടി ഇനി മോർച്ചലൂടെ മാത്രമേ ബാക്കിയുള്ളൂ. ഞാൻ അപ്പഴേ പറഞ്ഞില്ല ജനേജ മോർച്ചലിലും കൂടെ കേട്ടത്. കണ്ടോ ജനേജയ്ക്ക് വിഷമമായി. ഇതെന്നാ നമ്മുടെ വീടിന്റെ മുമ്പിൽ കുറെ പെട്ടൊക്കെ പീരുമാവനെ ആരെങ്കിലും വെട്ടി നിർക്കൊണ്ട് ഇട്ടോ? അങ്ങനൊന്നും പറയാതെ ജിന്നേട്ടാ. ജിന്നേട്ടാ പീരുമാവനായിരിക്കത്തില്ല, ഒത്തിരി പെട്ടുണ്ടല്ലോ. പിന്നെ വേണ്ടേ അങ്ങനെ വയറ് വെക്കാൻ 10 വെട്ടി. എന്തായാലും നമുക്ക് പോയി നോക്കാം.